ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഹൈപ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പും തീരുമാനവുമാണ് ഈ റീഡിങ്ങിലുള്ളത്. ഇത് നിങ്ങളെ ഒരുപാട് ഞെട്ടിക്കും. അതെ, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, അറിയിപ്പുകൾ എന്തൊക്കെയാണ്, തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇത് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതെന്താണ്, നിങ്ങളുടെ പ്രാധാന്യം എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിൽ, ഇങ്ങനെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിനെ നമുക്ക് ഒരു ലവ് മെസ്സേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ബ്രോക്കൺ ആണ്, ആകെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഐ ഫീൽ ഷാറ്റേർഡ് അബൌട്ട് ദി സിറ്റുവേഷൻ. അതായത് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തകർന്നിരിക്കുകയാണ് ഈ പേഴ്സൺ. അതായത് നിങ്ങളുമായിട്ട് ഒരു പക്ഷേ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സാന്നിധ്യം ഇതൊന്നുമില്ലാതെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ പോയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥയിലായിരിക്കാം, നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പല വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോയിട്ടുണ്ടാകാം, തല്ലുപിടിച്ചിട്ടുണ്ടാകാം, വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, തേർഡ് പാർട്ടിയെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തി വളരെയധികം തകർന്നാണ് ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. ഗ്രീൻ താര, വാവ്, ദ സുപ്രീം പ്രൊട്ടക്ഷൻ, യു ആർ പ്രൊട്ടക്റ്റഡ്, കോഡ്സ് ആർ ബീങ് കട്ട് ആൻഡ് മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻ ആൻഡ് ട്രസ്റ്റ്. വിശ്വസിക്കുക, മുന്നോട്ട് പോവുക, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചില മോശപ്പെട്ട എനർജി വൈബ്രേഷൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലും വന്നിട്ടുള്ളത്. അതായത് മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചില കർമ്മങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഈ പേഴ്സണെ വേദനിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കർമ്മം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, തീർക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഡിവൈൻ മെസ്സേജ് പറയുന്നത്, അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് നെഗറ്റീവ് തരില്ല. പകരം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരത്തുള്ളൂ. നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന മോശപ്പെട്ട കർമ്മങ്ങൾ, മോശപ്പെട്ട ആ ഒരു ബാഡ് കാർമിക് സിറ്റുവേഷൻ, അത് മാറ്റിക്കളയുക തന്നെ ചെയ്യും. അത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിൽക്കുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ മോശപ്പെട്ട കാലഘട്ടം, നിങ്ങളുടെ മോശപ്പെട്ട പ്രവൃത്തികൾ, മുജ്ജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, യു ആർ പ്രൊട്ടക്റ്റഡ്, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും നെഗറ്റീവായിട്ടൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇത് ഉറപ്പായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ബിക്കോസ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് എനർജിയാണ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഇത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ഏതോ ഒരു കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റിലൂടെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, ഈ പേഴ്സണും നന്നായിട്ട് പാട്ട് പാടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പടം വരക്കാൻ അറിയാം, ഈ പേഴ്സണ് നന്നായിട്ട് പടം വരക്കും. ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, ചിത്രം വരക്കും. അപ്പോൾ അങ്ങനെ എന്തോ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് ഈ പേഴ്സന്റെയും ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഈ പേഴ്സണും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് എത്രത്തോളം വാക്ക് തർക്കത്തിലേക്ക് പോയാലും, പ്രശ്നങ്ങളിലേക്ക് പോയാലും, ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയാൻ സാധിക്കുകയില്ല. നിങ്ങളെ ഉപേക്ഷിക്കുവാനോ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ദേവീനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ്. ഗോഡസ് ഓഫ് ഡ്രീംസ് ആണ് പറയുന്നത്. വിഷൻ, ഇൻറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്റ്റിവിറ്റി. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവി, അതായത് ദേവീനെയാണ് പറയുന്നത്. ദേവി അതായത് ഭദ്രകാളി ദേവി, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി, പാർവതി ദേവി, രാധാമ്മ, അങ്ങനെ ഏതെങ്കിലും ദേവി, മേരി മാതാവ്, അങ്ങനെ ഏതെങ്കിലും ഒരു ദേവി ദൈവത്തിനെ ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഉറപ്പായിട്ടും ആ ദേവിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഫെമിനൈൻ എനർജി വളരെയധികം ഉയർന്നു നിൽക്കുന്നു. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആ ഒരു ഗോഡസ് എന്ന് പറയുമ്പോൾ ദേവിയാണ് അല്ലേ? ദേവി ഫീമെയിൽ ദൈവങ്ങളാണ്. അപ്പോൾ ദേവി ദൈവങ്ങളുടെ സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ദേവി നിങ്ങൾക്ക് പല മെസ്സേജസും നിങ്ങൾക്ക് ഡ്രീംസിലൂടെ, സ്വപ്നത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ഈ പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ കല്യാണം ഒരുപക്ഷെ നിങ്ങൾ സ്വപ്നം കാണാം, അല്ലെങ്കിൽ സർപ്പങ്ങളെ സ്വപ്നം കാണാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ വിഷമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാം. അപ്പം അതിൻ്റെ അർത്ഥം ഈ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒത്തുതീർപ്പാവുന്നതായിട്ട് സ്വപ്നം കാണാം. അങ്ങനെ വിഷൻ, അതായത് ഇൻറ്റ്യൂഷൻ വളരെയധികം വർക്കായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ദേവി, നിങ്ങളുടെ ഉപാസനാമൂർത്തി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേ ഇൻറ്റ്യൂട്ടീവ്, എപ്പോഴും ഇൻറ്റ്യൂട്ടീവായിട്ട് നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ജ്ഞാനം ഉണർത്താനായിട്ട് നോക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പൂർവികരുടെ കണക്ഷൻ, അല്ലെങ്കിൽ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഈ പേഴ്സണും നല്ല രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ പൂർവികർ വന്നിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പേഴ്സന്റെ മുതുമുത്തശ്ശനോ മുത്തശ്ശിയോ വന്നിട്ട് പറയാ, സ്വപ്നത്തിൽ വന്നിട്ടോ ഒക്കെ പറയാ, നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യ്, നിങ്ങളെ വേദനിപ്പിക്കണ്ട, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ട എന്ന് വെക്കണ്ട, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ളൊരു സാന്നിധ്യം, അത് അത്രയും അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് ഒക്കെ നമ്മുടെ പൂർവികരിൽ നിന്നും ലഭിക്കത്തുള്ളൂ. ഒരുപക്ഷെ അത് നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന് അത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ എന്തെങ്കിലും ഫൈറ്റിംഗ് എനർജിയൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും, ഇതോടുകൂടി റിലേഷൻഷിപ്പ് നിർത്താം, അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു പൂർവികരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉപാസന മൂർത്തിയോ വന്നിട്ട് നിങ്ങളോട് പറയുന്നത്, ഓക്കെ, ഇത് നിർത്തേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ഇത് നിങ്ങൾ ഈ ഒരു കണക്ഷനായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ, ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള അറിവുകളാണ് ഈ പേഴ്സണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ റിക്കവറിയാണ്. അതായത് ഇവിടെ ഒരുപാട് നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള പ്രണയബന്ധം തകർന്നടിഞ്ഞു പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ അടിത്തറയോട് കൂടിയും വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ല, ആ ഒരു രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് റിക്കവറി ആകാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഒരു അജ്ഞാത, ഒരു വാനിഷായി പോകുന്ന ഒരു വ്യക്തി, ഒരു മാലാക അല്ലെങ്കിൽ ഒരു ദൈവദൂതൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദൈവദൂതൻ ഊതുമ്പോൾ എന്താ പറയുക, ഒരു താക്കോല് കിട്ടുന്നു. അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള താക്കോലാണ്, എന്നാൽ മാത്രമേ ഈ ഡോർ തുറക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ആ ഒരു താക്കോല് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു താക്കോല് ലഭിക്കുന്നതായിട്ട്, ഇത്രയും കാലം താക്കോല് കളഞ്ഞു പോയിട്ടുള്ളൊരവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് ആ താക്കോല്, കളഞ്ഞു പോയ താക്കോല് കിട്ടുന്ന ഒരവസ്ഥ, തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ, അത് മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ്. അതിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം നിങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അപ്പോൾ അതിലേക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്കവേർഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഡിസ്കവേർഡ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സന്റെ ഇൻറ്റ്യൂഷൻ തന്നെ, ഈ പേഴ്സന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഓരോ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ പോസിറ്റീവ് സൈഡ്, നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മനസ്സ്, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ, ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഈ പേഴ്സന്റെ കയ്യിലിരിക്കുന്നത് അത്രയും വെട്ടിത്തിളങ്ങുന്ന ഡയമണ്ട് ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു വില കൂടിയ ഒരു വസ്തു. അത് നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ. അതിന്റെ ആ ഒരു ഭംഗി, അതിന്റെ ആ ഒരു പ്രാധാന്യം, അതിന്റെ ആ ഒരു തിളക്കം നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ തള്ളി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ സാന്നിധ്യം തേടി വരുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. കാരണം നമുക്ക് റിക്കവറി ആൻഡ് ഡിസ്കവറി ഒരുമിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അതായത് എന്തൊക്കെയോ കളഞ്ഞു പോയതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയത്, വഴിയാധാരമായി പോയത്. അപ്പോൾ ആ കളഞ്ഞു പോയത് എന്താണോ അത് തിരിച്ചു കിട്ടുന്ന അവസ്ഥ, അതിലൂടെ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന അവസ്ഥ, ആൻഡ് ഓൾസോ വിത്ത് ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്, ആൻഡ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇർറിപ്ലേസബിൾ ആണ്. ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് ആണ്. നിങ്ങൾ ഈ പേഴ്സണെ പ്രണയിച്ചതുപോലെ വേറെ ആരുമായിട്ടും താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആരുമായിട്ടും ഒരുമിപ്പിക്കാനോ സാധിക്കത്തില്ല, സാമ്യപ്പെടുത്താനോ സാധിക്കത്തില്ല. കാരണം നിങ്ങളുടെ പ്രണയം അത്രമാത്രം പവർഫുൾ ആണ്, അത്രമാത്രം വെറൈറ്റി ആണ്, അത്രമാത്രം ആഴമേറിയതാണ് എന്നാണ് ഈ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇറിറ്റേഷൻ ആവുന്നൊരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ലിബ്ര വൈബിസിയ നമ്പർ 1866996 ഏഞ്ചൽ നമ്പർ ആണത്. ജനുവരി കിട്ടിയിട്ടുണ്ട്. ഫെയർ സ്കിൻ, ലെറ്റർ O, നോ ജോബ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.